ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലായിട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ച് ബ്രെഡ് എടുക്കാം. 2 മുട്ടയും ഞാൻ കൂടെ എടുത്തിട്ടുണ്ട്. 2ഓ 3ഓ അത് നമ്മുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടാം. അപ്പം ഞാനിവിടെ 2 മുട്ട ആദ്യം എടുത്തെങ്കിലും പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മുട്ടയുടെ അളവ് കുറവായെന്ന് തോന്നിയതുകൊണ്ട് ഒരു മുട്ടയും കൊണ്ട് എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഞാനിതിൽ ആഡ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ടോട്ടൽ 3 മുട്ടയാണ് എടുത്തത്. മുട്ടയുടെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ്, ആദ്യം ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ചതച്ച മുളകും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം. ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനിവിടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആണ് ഉണ്ടാക്കുന്നത്, മെയിനായിട്ട് പിള്ളേർക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് മുളക് കൂടുതൽ ഉപയോഗിക്കാം. ഞാനപ്പോൾ ഇവിടെ കുറച്ച് ചതമുളകും കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മുട്ടയും എല്ലാ സ്പൈസസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ്. നമുക്ക് ചായ വെച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അതിനി സ്ക്വയറായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഡിസൈൻ അനുസരിച്ച് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നീളത്തിൽ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് പകുതിയാക്കിയാണ് കട്ട് ചെയ്തത്. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പകുതിയാക്കിയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 ബ്രെഡാണ് ഇവിടെ എടുത്തത്. നിങ്ങളുടെ ആവശ്യാനുസരണം ബ്രെഡ് യൂസ് ചെയ്യാം. അതിന് ശേഷം ഓരോ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് നമ്മുടെ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് മുട്ട ആകുന്ന രീതിയിൽ അതിനെ മുക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയിലോട്ട്, ബ്രെഡ് കുറച്ച് പൊടിച്ചെടുക്കണം. അതിനെ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ എല്ലാം ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ മുക്കി ഒരുപാട് ഓവറായിട്ട് മുട്ടയിൽ മുങ്ങിക്കിടക്കാൻ പാടില്ല. കാരണം ബ്രെഡാണല്ലോ, പെട്ടെന്ന് അത് പൊടിഞ്ഞു പോവും, പെട്ടെന്ന് മെൽറ്റായി പോകും. അപ്പോൾ ഒരുപാട് ഓവറിൽ കിടക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബ്രെഡൊന്ന് മുട്ടയിൽ മുക്കണം. അപ്പം ഞാനെടുത്ത പാത്രം ഇത്തിരി ബൗള് പോലെ ആയതുകൊണ്ട് എനിക്ക് ബ്രെഡ് മുക്കാനായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഇങ്ങനെ നീളത്തിൽ കണ്ടിച്ചത് ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അപ്പം ഞാൻ വലിയ പീസിൻ്റെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയ പാത്രം എടുക്കുക. എന്നിട്ട് മുട്ടയിൽ നമ്മുടെ ബ്രെഡ് മുങ്ങത്തക്ക രീതിയിലുള്ള ഒരു പാത്രം എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഇവിടെ മുക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ബ്രെഡും ഞാൻ മുട്ടയിലൊക്കെ മുക്കി ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ മുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ബ്രെഡ് അതിലിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരുപാട് ലോയിലും വെക്കണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരു സൈഡ് കുക്കാകുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും കുക്കാക്കി എടുക്കുക. ഒരുപാട് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു എണ്ണയൊന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ അതേ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി. പെട്ടെന്ന് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. നമ്മുടെ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും എല്ലാം കൂടിയുള്ളൊരു പ്രത്യേക നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിരുന്നു കേട്ടോ ഇന്നത്തേത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, പിള്ളേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പരിപാടിയല്ലേ ഉള്ളൂ ഇത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
സൂപ്പർ സൂപ്പറാ. കൊള്ളാം. ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ഉണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പി കടിക്കുന്ന സൗണ്ട്. കാണിച്ചു കൊടുക്കും സൗണ്ട്. എന്താ സൗണ്ട് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കട്ടാ. സൂപ്പർ ക്രഞ്ചി സൗണ്ട് ഇതേ.